എത്ര നാൾ ജീവിച്ചു എന്നതല്ല പ്രധാനം, എത്ര മനോഹരമായി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. 60 വയസ്സുവരെ, 70 വയസ്സുവരെ, 100 വയസ്സുവരെ ജീവിച്ചു. പക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നന്മകളുമില്ലെങ്കിൽ അവന്റെ ആ 100 വർഷത്തെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പക്ഷേ എന്നാൽ അയാൾ ഈ ഭൂമിയിൽ 30 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. 35ാമത്തെ വർഷം അയാൾ മരണപ്പെട്ടു പോയി. എന്നാൽ ആ 30 വർഷം അവൻ ചെയ്തത് മനോഹരമാണെങ്കിൽ, ആരോടും പകയില്ലാതെ, ആരോടും പടക്കമില്ലാതെ, ഒരാളെയും ദ്രോഹിക്കാതെ, കള്ളം പറയാതെ, കബളിപ്പിക്കാതെ, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച് ജീവിച്ചത് വളരെ ചെറിയ ഒരു കാലഘട്ടമാണെങ്കിലും ആ കാലഘട്ടം കണ്ടവന് കാലാകാലത്തെ സ്വർഗം നേടാൻ കഴിയും. 100 വർഷം ജീവിച്ചു, 1000 വർഷം വരെ ജീവിച്ചു എന്ന് കരുതുക. പക്ഷേ ആ ചെയ്തതൊന്നും ജീവിതത്തിൽ ഒരു നന്മയും പറയാൻ കഴിയില്ലെങ്കിൽ ആ ജീവിതത്തിന് എന്ത് പ്രതിഫലമാണുള്ളത്?